ബോംബ് പിടിച്ച് ജീവൻ രക്ഷിച്ച ഒരാളും ചരിത്രത്തിലില്ല. ഒന്നുകിൽ അത് പൊട്ടി സ്വയം മരിക്കും, അല്ലെങ്കിൽ എതിരാളി. അത് പ്രതിരോധത്തിൻ്റെ ആയുധമേ അല്ല, നശീകരണത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. ലോകത്ത് ഒരു രക്ഷാപ്രവർത്തനവും ബോംബ് കൊണ്ട് സാധ്യമല്ല. ഹിംസ ലക്ഷ്യമിട്ടല്ലാതെ ബോംബ് നിർമ്മിക്കാനോ സൂക്ഷിക്കാനോ പ്രയോഗിക്കാനോ കഴിയുകയുമില്ല. സ്വന്തം പഞ്ചായത്തിലെ, സ്വന്തം വാർഡിലെ, സ്വന്തം അയൽവക്കത്തെ മനുഷ്യ ശരീരമാണ് പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറുന്നത്. അതോടെ സ്വന്തം പ്രത്യയശാസ്ത്രം ജയിക്കും എന്ന് കരുതുന്ന മൂഢന്മാരും പമ്പര വിട്ടികളും രാഷ്ട്രീയ അധികാരം കൈയാളുന്നവരെയും കണ്ടാൽ പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറേണ്ടതാണ് നമ്മുടെ മനസാക്ഷി. അത് സംഭവിക്കുന്നില്ല എന്നിടത്താണ് ബോംബ് എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ എന്ന ഭരണ മേധാവിയുടെ ഉത്തരം വരുന്നത്. തലകുലുക്കി സമ്മതിക്കുകയല്ലാതെ ഈ ജനതയ്ക്ക് വേറെ വഴി എന്താണ്? എന്താണ് ആ 85-കാരനെ കൊന്ന ബോംബ് പറയുന്ന പ്രത്യയശാസ്ത്രം? നോക്കാം സ്പോട്ട്ലൈറ്റ്. കണ്ണൂർ എരഞ്ഞോളി കുടക്കളത്ത് അയിനിയാട്ട് വേലായുധൻ, വയസ്സ് 85. കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു. ആ സഞ്ചിയിൽ തേങ്ങകളും. 2 വർഷമായി ആൾപ്പാർപ്പില്ലാതെ അടഞ്ഞുകിടക്കുന്ന വീടാണ്. അവിടെ തൊടിയിൽ വീഴുന്ന തേങ്ങ വേലായുധൻ എടുക്കാറുണ്ട്. തെങ്ങിൽ കയറിയിടാനുള്ള ആരോഗ്യമൊന്നുമില്ല. പട്ടാപ്പകൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനിടെ കിട്ടിയത് പാത്രമാണെന്ന് കരുതി എടുത്തു. തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ വലതു കൈകൊണ്ട് വീടിൻ്റെ തറയിലിടിച്ചു. സ്കൂളിൽ പോകുന്ന കുട്ടികൾ മുതൽ ജോലിക്ക് പോകുന്ന മുതിർന്നവർ വരെ ചോറുപാത്രം തുറക്കാൻ ചെയ്യുന്ന രീതിയാണത്. ആ നിമിഷം വേലായുധൻ്റെ വലതുകൈ അറ്റുതൂങ്ങി. സ്ഫോടനം തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്ത് ഓഫീസിനെ വിറപ്പിച്ചു. അവിടെ അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി യോഗം നടക്കുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് ഓഫീസിൻ്റെ മേലാപ്പിനിപ്പുറം സൂക്ഷിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത്. ഈ പഞ്ചായത്തുകാർക്ക് ഇനി എവിടെ പോയാലാണ് രക്ഷ കിട്ടുക? ഏതാണ്ട് 1 വർഷം മുൻപാണ്, 2023 ജൂലൈ 6-ന് മട്ടന്നൂരിൽ ആക്രി പറക്കുകയായിരുന്ന അച്ഛനും മകനും സ്ഫോടനത്തിൽ മരിച്ചു. ഇരുവരും അസം സ്വദേശികളായിരുന്നു. ഫസൽ ഹക്കും ഷഹിദുല്ലും കൊല്ലപ്പെട്ട ആ സംഭവം നടന്ന് ഏറെ കഴിയും മുൻപാണ് തലശ്ശേരി പാട്യം ആക്രി പറക്കുന്നതിനിടെ ബോംബ് പൊട്ടി സെയ്ദലി, മക്കളായ 10ഉം 8ഉം വയസ്സുള്ള നൂറുദ്ദീൻ, അബ്ദുൽ മുത്തലിബ് എന്നിവർക്ക് പരിക്കേറ്റത്. ചിതറിയ കൈപ്പത്തിയുമായി സെയ്ദലിയും മക്കളും അന്നേ അസമിലേക്ക് പോയതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ പാനൂരിൽ പൊട്ടിയ ബോംബുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടത് CPM പ്രവർത്തകനാണെന്ന് UDF ആരോപിച്ചു. CPM അത് അപ്പോഴും ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. പക്ഷേ പാർട്ടി നേതാക്കൾ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അത് മനുഷ്യ സഹജമായ പ്രവൃത്തി മാത്രമെന്നാണ് വിശദീകരണം. അപ്പോൾ കോൺഗ്രസും BJPയും മറ്റൊന്ന് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവുമായും കൊടിസുനിയുമായും അടുപ്പമുള്ളവരാണ് സ്ഫോടന കേസിലെ പ്രതികളെന്നായിരുന്നു ആ ആരോപണം. അക്കാര്യത്തിൽ അന്വേഷണം എവിടെയെങ്കിലും എത്തിയതായി ആർക്കും അറിയില്ല. അതേ പാനൂരിൽ 1/4 നൂറ്റാണ്ട് മുൻപ് ബോംബ് പൊട്ടി കണ്ണു തകർന്ന ബാലികയുടെ പേര് സൂര്യകാന്തി എന്നായിരുന്നു. തൊട്ടു പിന്നാലെ കൈപ്പത്തി നഷ്ടമായ ബാലന് പേര് അമാവാസി. കവയത്രി സുഗതകുമാരി ആ ബാലന്റെ പേര് പൂർണ്ണചന്ദ്രൻ എന്ന് തിരുത്തി ഏറ്റെടുത്ത് വളർത്തി. ചമ്പാട്ട് അരയാക്കൂലിൽ ബോംബ് പൊട്ടി പരിക്കേറ്റ ചേതാവൂർ സ്കൂളിലെ 4 കുട്ടികൾ. പാട്യം കോങ്ങാറ്റയിൽ കാഴ്ച പോയ സുരേന്ദ്രൻ. വളയംചാലിൽ ബോംബ് പൊട്ടി പരിക്കേറ്റ 7ഉം 5ഉം വയസ്സു മാത്രമുണ്ടായിരുന്ന അഞ്ജുവും വിഷ്ണുവും. തൂവക്കുന്നിൽ വാനം വെട്ടുമ്പോൾ ബോംബ് പൊട്ടി പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിയായ ബാബു. കടമ്പൂർ സ്കൂളിലെ ശ്രീവർദ്ധവ്. ഐസ്ക്രീം ബോൾ എടുത്തപ്പോൾ പൊട്ടിത്തെറിച്ചു പരിക്കേറ്റ എലാങ്കോട്ടെ കുട്ടികൾ. ഇങ്ങനെ അനേകരുണ്ട് നമുക്ക് മുന്നിൽ. അവരെല്ലാവരും നിങ്ങൾ ശത്രുവിനെ ലക്ഷ്യമിട്ട് പാകിയ ബോംബ് പൊട്ടി ജീവിതം താറുമാറായവരാണ്. ഈ ബോംബുകൾ ഉണ്ടാക്കിയവരിൽ എത്ര CPMകാരുണ്ട്, എത്ര BJPക്കാരുണ്ട്, എത്ര കോൺഗ്രസ്സുകാരുണ്ട്? ഇതൊക്കെ നിങ്ങൾ തന്നെ തർക്കിച്ച് തീർപ്പാക്കുക.
SFI ആയും ABVP ആയും KSU ആയും MSFുമായും ഒക്കെ പരസ്പരം കത്തിയും വടിവാളും എടുത്ത് ചോര കണ്ടറപ്പ് മാറിയവരാണ് ഇന്നത്തെ നേതൃനിരയിലുള്ള പലരും. സോഷ്യൽ ഫാസിസത്തിന്റെ അങ്ങേയറ്റത്തു നിന്നും പാഠം പഠിച്ചു വന്നവരാണ് നമ്മെ നയിക്കുന്നവരിൽ ചിലരെങ്കിലും. ബോംബ് എല്ലാവരും ഉണ്ടാക്കുന്നില്ലേ എന്ന് നിയമസഭയിൽ ചോദിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന് ബലം നൽകുന്ന പഴയൊരു ദൃശ്യം തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു. കണ്ണൂർ DCC ഓഫീസിലേക്ക് വരുന്ന പോലീസിനു നേരെ ബോംബ് എറിയുന്നതാണ് ആ ദൃശ്യം. പിന്നാലെ പോലീസിനോട് കയർക്കുന്ന ഇന്നത്തെ KPCC അധ്യക്ഷൻ K സുധാകരനെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവർ ചെയ്യുന്നത് തന്നെ ചെയ്യാനാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇതാണ് ന്യായമായും ഉയരുന്ന ചോദ്യം. നിങ്ങൾ നന്നാവാത്തത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഞങ്ങളുടേത് കൂടിയാണ്. ഇനിയും തേങ്ങ പെറുക്കാനും ആക്രി പെറുക്കാനും കളിപ്പാട്ടങ്ങൾ കണ്ടാൽ കൗതുകത്തോടെ എടുക്കാനും പോകേണ്ടവരാണ് ആ ജനത. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഈ കൊച്ചു കൊച്ചു കൗതുകങ്ങൾ മാത്രമല്ല, ഉപജീവന സാധ്യത കൂടിയാണ്. ഇനി പറയൂ, വേലായുധൻ മുതൽ സൂര്യകാന്തി വരെയുള്ളവർ എന്തു പിഴച്ചു? പൊട്ടിത്തെറിച്ചാൽ അല്ലാതെ ബോംബുണ്ടെന്നറിയാത്ത ഈ പോലീസിനെ നന്നാക്കേണ്ടത് ആരാണ്? ഈ ചോദ്യത്തോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.